ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ലെൻ ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോമ്പുകാല വിശദീകരണം എന്നത് ചില കാര്യങ്ങളിൽ നിന്ന് ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് ഒഴിഞ്ഞിരിക്കുന്നത് മാത്രമല്ല, ക്രിയാത്മകമായ ചില സ്വഭാവങ്ങൾ വളർത്തിയെടുക്കുന്നതുകൂടെയാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം ഇവ വളർത്തിയെടുക്കേണ്ടുന്നവയാണ്. വിശ്വാസിയിലുള്ള കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്ന പ്രക്രിയയിൽ നാം ആകേണ്ടതുണ്ട്. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുന്നവർ ആത്മാവിനെ കെടുത്തിക്കളയാതെ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. താലന്തുകൾ വ്യാപാരം ചെയ്ത് അവ വർദ്ധിപ്പിച്ചവരാണ് യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചത്. നോമ്പുകാല അനുഷ്ഠാനങ്ങൾ ഈ വളർച്ചയ്ക്ക് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് 13:10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗത്തു നിന്ന് 3 ചിന്തകൾ വയ്ക്കുന്നു. ഒന്ന്, ആലയവും ആരാധനയും വീണ്ടെടുപ്പിന്റെ ഇടങ്ങളാണ്. ഒരു ആരാധനയുടെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം നടന്നത്. ആരാധന മധ്യേ സൗഖ്യം ലഭിക്കുന്ന സ്ത്രീ. ഇന്ന് നമ്മുടെ ആലയവും ആരാധനയും എപ്രകാരമാണ്? ആലയം ഏവർക്കും ആശ്രയമായി തീരണം. ആലയം സൗഖ്യമാക്കുന്ന ഇടമാകണം. ആരാധന കൂനുമാറുന്ന അനുഭവമായി തീരണം. 2, മതനിയമങ്ങൾ മനുഷ്യ നന്മയ്ക്ക് തടസ്സമാകരുത്. ഇവിടെ പള്ളിപ്രമാണി നീരസപ്പെടുന്നത് കാണാൻ സാധിക്കുന്നു. പള്ളിപ്രമാണി ആത്മീയതയ്ക്ക് ഒരു വിലങ്ങതടിയാകുന്നു. അബ്രഹാമിന്റെ മകൾക്ക് സൗഖ്യവും വിമോചനവും നൽകാൻ നിയമങ്ങൾ തടസ്സമാകുന്നു. ഇവിടെ കാണാമറയത്തിരുന്ന സ്ത്രീയെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും. അവഗണിക്കപ്പെട്ടവൾ ആരാധനാ സമൂഹത്തിന്റെ കേന്ദ്രമാകുന്നു. നമ്മുടെ നിയമങ്ങൾ മനുഷ്യ നന്മയ്ക്ക് ഇടയാകട്ടെ. മൂന്നാമതായത്, നിയമങ്ങൾക്ക് അതീതമാണ് ദൈവസ്നേഹം. അടിയന്തരമായി ഇവിടെ ചെയ്യേണ്ടത് അവളെ സൗഖ്യമാക്കുകയാണ്. ഇവിടെ സ്നേഹിക്കുന്നു, പ്രവർത്തിക്കുന്നു. മനുഷ്യനെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതിന് യാതൊരു നിയമവും തടസ്സമാകരുതെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. കൂനിയായ സ്ത്രീക്ക് തന്റെ ജീവിതത്തിലേക്ക് ഒരു ഇടം നൽകുന്ന കർത്താവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിന്റെ സ്നേഹം നമ്മിലൂടെ കേവലം വാക്കുകളിലൂടെയല്ല, ജീവിതത്തിലൂടെ, പ്രവൃത്തിയിലൂടെ വെളിപ്പെടട്ടെ. യാക്കോബ് 1:27 വാക്യം, പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്കിടയാകണം. അങ്ങനെ ആവശ്യത്തിലിരിക്കുന്നവരെ കരുതുവാനും സ്നേഹിക്കുവാനും നമുക്കിടയാകണം. നമ്മുടെ ആലയവും ആരാധനയും വീണ്ടെടുപ്പിന്റെ ഇടങ്ങളാകുവാനും മനുഷ്യ നന്മയ്ക്കും മതനിയമങ്ങൾക്കും തടസ്സമാകാതെ പ്രവർത്തിക്കുവാനും നിയമങ്ങൾക്ക് അതീതമാണ് ദൈവസ്നേഹമെന്ന് മനസ്സിലാക്കി പ്രവർത്തിപ്പാനും ദൈവം തമ്പുരാൻ നമ്മളെ ഇടയാക്കട്ടെ. ജീവിക്കുന്ന കർത്താവെ, മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങൾ അങ്ങനെ തന്നെ പാലിക്കാൻ കൃപ നൽകണമേ. നിശബ്ദമാക്കപ്പെടുന്ന മനുഷ്യരുടെ ശബ്ദമായ യേശുവിനെ പിൻപറ്റുവാൻ ഞങ്ങൾക്ക് ദർശനത്തിന്റെ പുതുക്കം തന്ന് കാത്തുകൊള്ളണമേ. ആമേൻ.